Hello, good morning. So today we will see about the other operators. Yesterday we have seen arithmetic operators such as plus, minus, star and slash. So today we will see about increment operator. So if I am giving us a equal to 10, then a plus plus. A plus plus means a is incremented. We can give plus plus a also. Here also a is incremented. അപ്പോൾ a plus plus ആയാലും plus plus a ആണെങ്കിലും a എന്ത് ചെയ്യും? a increment ചെയ്യും. Okay. The difference is that the first one is postfix, the other one is prefix. If I am assigning a value b is equal to a plus plus, this means that first the value of a is assigned to b, then a is incremented. അതായത് ആദ്യം the value of a is stored to b, then value of a is incremented. ഇതിന് പകരം b is equal to plus plus a. If I am giving like this means that first a is incremented and then the value is stored to the variable b. അപ്പോൾ a 10 ആയിരുന്നെങ്കിൽ b equal to a plus plus ആണെങ്കിൽ ഇപ്പോൾ a യുടെ വാല്യൂ 10 ആണ്, അത് b യിൽ സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞ് a ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. സോ ആഫ്റ്റർ ദിസ് b will be 11, a will be 11. അല്ല സോറി, b will be ആദ്യം b is equal to ചെയ്യുമ്പോൾ ആദ്യം a യുടെ വാല്യൂ b യിൽ വയ്ക്കും. അപ്പോൾ b equal to 10 and a is equal to 11 ഇതാണെങ്കിൽ. ഓക്കെ, ഇനി b equal to പ്ലസ് പ്ലസ് എന്നാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്ലസ് പ്ലസ് എന്നാണെങ്കിൽ എയും ആദ്യം a 11 ആക്കും, അത് കഴിഞ്ഞ് അത് b യിൽ സ്റ്റോർ ചെയ്യും. സോ ബോത്ത് a and b will be 11 in this case. സോ ഇത് പ്രിഫിക്സും ഇത് പോസിക്സും ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു യൂണറി ഓപ്പറേറ്റർ ആണ്. കാരണം എ മൈനസ് മൈനസും ഇത് സെയിം തന്നെയാണ്. എ മൈനസ് മൈനസ് ആണെങ്കിൽ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും, എ പ്ലസ് പ്ലസ് ആണെങ്കിൽ എ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് യൂണറി ഓപ്പറേറ്റർ, കാരണം ഇതിന് ഒരു ഓപ്പറൻ്റ് ഉള്ളൂ, ഓപ്പറൻ്റ് എ തന്നെയാണ്. അതുകൊണ്ട് യൂണറി ഓപ്പറേറ്ററാണ്. എ പ്ലസ് ബി ഒക്കെ ആണെങ്കിൽ അത് ബൈനറി ഓപ്പറേറ്ററാണ്. ഓക്കെ, നൗ വി വിൽ സീ അബൌട്ട് ദി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു ലോജിക്കൽ വാല്യൂ ആയിരിക്കും, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇപ്പോൾ എനിക്കൊരു കമ്പാരിസൺ വേണം. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇതെല്ലാം റിലേഷണൽ ഓപ്പറേറ്റേഴ്സാണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇഫിൻ്റെ കൂടെ ഉപയോഗിക്കും. ഇഫ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ഇഫ് അല്ലെങ്കിൽ വൈൽ അല്ലെങ്കിൽ ഫോർ അങ്ങനെയുള്ള ലൂപ്പിംഗ് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് കൺസ്ട്രക്ട്സിൻ്റെ കൂടെയാണ് റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് ദി റിലേഷണൽ ഓപ്പറേറ്റർ ഈസ് എ ലോജിക്കൽ വാല്യൂ, ദാറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. എ ലെസ് ദാൻ ബി ആണോ? ഇഫ് എ ഈസ് ലെസ് ദാൻ ബി എന്ന് വയ്ക്കുമ്പോൾ ആൻസർ വിൽ ബി ട്രൂ ഓർ ഫോൾസ്, എസ് ഓർ നോ, അല്ലെങ്കിൽ 1 or 0. അതാണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് ലോജിക്കൽ ഓപ്പറേറ്റർ. Logical operator is used for combining two relational operator expressions, a less than b and a less than c. അപ്പോൾ രണ്ട് റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ വാല്യൂസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. ആൻഡും ഓറും നോട്ടും ഉണ്ട്. നോട്ടാണെങ്കിൽ നെഗേഷനാണ്. ബാക്കി ആൻഡ് ഓർ ആർ യൂസ്ഡ് ഫോർ കമ്പൈനിങ് two relational operator expressions. Okay, now we will see if construct. So if construct is used for checking some condition. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇഫിൻ്റെ ആവശ്യം. അപ്പോൾ ഇഫിനകത്ത് സിൻടാക്സ് ഓഫ് ഇഫ് ഈസ് ഇഫ് എന്ന് കൊടുത്ത് ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുക്കും, ബ്രാക്കറ്റിൽ കണ്ടീഷൻ കൊടുക്കും. ഈ കണ്ടീഷൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബ്രാഞ്ച് ചെയ്യുക. കണ്ടീഷൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും, ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ്റെ വാല്യൂ
false ആണെങ്കിൽ ഈ ബ്രാക്കറ്റിൽ കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇതിപ്പോൾ ഒരു ബ്രാഞ്ചിങ് ആണ്, അതായത് ഇതിനകത്ത് ഒന്ന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഒന്നുകിൽ ഈ പോർഷൻ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എൽസ് പോർഷൻ വർക്ക് ചെയ്യും. ഇതാണ് ഇഫിൻ്റെ സിൻടാക്സ് ഉള്ളത്. ആസ് ആൻ എക്സാമ്പിൾ we can see a program like this. To program to find, ഇതൊരു comment line. Comment means the lines which are not executed. So program to find biggest of two numbers. രണ്ട് നമ്പേഴ്സിൽ ബിഗസ്റ്റ് കാണാൻ വേണ്ടിയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് സ്ലാഷ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് കമൻ്റ് ആണെങ്കിൽ ആ ലൈൻസ് കമ്പൈലേഷൻ നടത്തില്ല, അത് നിഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ കൊടുക്കണമെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് കമൻറ്റ് സിൻടാക്സ് ആസ് // മൾട്ടിപ്പിൾ ലൈൻസ് ആണെങ്കിൽ ഇപ്പോൾ /* കൊടുത്തിട്ട് മൾട്ടിപ്പിൾ ലൈൻസ് കൊടുക്കാൻ അവസാനം */ കൊടുത്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതും കമൻസ് ആണ്. ഇവിടെ കൊടുക്കുന്ന കാര്യങ്ങളും കമ്പൈൽ ചെയ്യില്ല. ഓക്കെ, സോ യു ഹാവ് സിംഗിൾ ലൈൻ കമൻറ്റ് ആൻഡ് മൾട്ടിപ്പിൾ ലൈൻ കമൻറ്റ്സ്. ഞാൻ പ്രോഗ്രാം എഴുതാണ്, ദാറ്റ് ഈസ് #include stdio.h int main, okay, int a comma b comma c. I am declaring 3 variables. Then printf 3 values അല്ലെങ്കിൽ this program finds larger number among 2 numbers. 2 നമ്പേഴ്സിനകത്ത് ലാർജർ നമ്പർ കാണുന്ന പ്രോഗ്രാമാണ് ഞാൻ ഒരു ഹെൽപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ printf enter 2 numbers, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് കൊടുത്തു. ഈ നമ്പേഴ്സ് വാങ്ങണമെങ്കിൽ ഞാൻ യൂസ് scanf %d, ampersand a, ampersand b. എക്കകത്തും ബിക്കകത്തും വാല്യൂസ് വാങ്ങിച്ചു. ഇനി നമ്മൾ ഈ സമയത്ത് എന്ത് വാല്യൂസ് കൊടുക്കാം. എ ബി എന്നുള്ളത് ഇറ്റ് മേ ബി 10 20 or 100 200 or 110 or 200 100 എന്നും കൊടുക്കാം. ഈ വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല, കൊടുക്കാൻ പോകുന്ന വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല. സോ we need to develop a logic in such a way that we should get the output അല്ലേ. അപ്പം ഇനി ചെയ്യുന്ന കാര്യം എന്താണ്, ഇഫ് യൂസ് ചെയ്യുന്നു. ഇഫിനകത്ത് ഞാൻ കൊടുക്കുകയാണ് a <b ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. a<b ആണെങ്കിൽ ഇപ്പോൾ ഏതുള്ളത് ലാർജർ നമ്പർ ഈസ് b ആണ്. സോ ഞാൻ c = b എന്ന് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഞാൻ c = a എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഇഫിൻ്റെ യൂസേജ്. ഇഫ് a <b കണ്ടീഷൻ ഇതാണ്. കണ്ടീഷൻ മാറ്റി a > b ആക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ ബോഡി മാറ്റേണ്ടി വരും. ബോഡി മീൻസ് ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്ത കാര്യങ്ങൾ. സോ ഇഫ് a <b a bയേക്കാൾ ചെറുതാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ചെറുതാണെങ്കിൽ സിക്കകത്തേക്ക് b സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. അതായത് b ആണ് ഒരു നമ്പർ, ദാറ്റ് വാല്യൂ സ്റ്റോർ ടു c വരും. അല്ലെങ്കിൽ അതായത് a <b അല്ലെങ്കിൽ എൻ്റെ അർത്ഥം a ആണ് വലുത് അല്ലെങ്കിൽ a = b ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, c = a കൊടുത്തു. ഇപ്പോൾ ബിഗസ്റ്റ് നമ്പർ എവിടെ കിട്ടിയെങ്കിൽ സിയിൽ കിട്ടി. സോ ഐ എം പ്രിൻറ്റിങ് ദിസ് printf bigger number is %d എന്ന് കൊടുത്തു, c എന്ന് കൊടുത്തു. മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇവിടെ c = b കൊടുക്കാതെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. printf bigger number is എന്ന് പറഞ്ഞ് അവിടെ b കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ചെയ്തത് എന്താണ്, I am assigning the bigger value to variable c and then I am printing the value of c. ഓക്കെ, ഞാൻ സേവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ big.c എന്ന് പേരിൽ സേവ് ചെയ്തു.
I would like to compile this. Okay, G++ big dot C. Okay, errors illa ./a dot out. This program finds larger among the two numbers, and two numbers 45 കൊടുത്തു 67 കൊടുത്തു. Bigger number is 67. അവിടെ സ്ലാഷും കൊടുക്കാത്തതുകൊണ്ട് സെയിം ലൈനിൽ പ്രോംപ്റ്റ് വന്നു. ഓക്കെ, ഇവിടെ സ്ലാഷും കൊടുത്തേക്കാം. ഓക്കെ, വീണ്ടും കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. ദിസ് പ്രോഗ്രാം ടു നമ്പേഴ്സ് 23 കൊടുത്തു 12 കൊടുത്തു. ബിഗർ നമ്പർ ഈസ് 23. വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു, 200 കൊടുത്തു 400 കൊടുത്തു. ബിഗർ നമ്പർ ഈസ് 400. അപ്പോൾ നമ്പർ കൊടുക്കുന്നത് എന്ത് ക്രമത്തിലും കൊടുക്കാം. എന്ത് ക്രമത്തിൽ കൊടുത്താലും പ്രോഗ്രാം ഔട്ട്പുട്ട് കിട്ടുന്ന പോലെ പ്രോഗ്രാം എഴുതണം. അതായത് രണ്ട് നമ്പേഴ്സ് എയിലും ബിയിലും കിട്ടി. എയിലും ബിയിലും കിട്ടിയ നമ്പേഴ്സ് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്തു. എ ലെസ് ദാൻ ബി ആണോ നോക്കി. എ ബിയേക്കാൾ ചെറുതാണോ എന്ന ക്വസ്റ്റ്യൻ. ചെറുതാണെങ്കിൽ ഏതാ വലുത്? ബി ആണ് വലുത്. സോ ഐ ആം സ്റ്റോറിങ് ദ ഹയർ വാല്യൂ ടു ദി വേരിയബിൾ സി. അല്ലെങ്കിൽ ഇത് വെച്ചു. ഞാനിപ്പോൾ കണ്ടീഷൻ മാറ്റി എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ് കൊടുത്തെങ്കിൽ എ ബിയേക്കാൾ വലുതാണോ, അപ്പോൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? സി ഈക്വൽ ടു എ എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ സി ഈക്വൽ ടു ബി എന്ന് കൊടുക്കണം. ഓക്കെ, സെയിം ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ പ്രോഗ്രാം ലോജിക്ക് പോലെ നമുക്ക് എന്ത് ചെയ്യാം? You can write in your own logic 45 67. Okay, പിന്നെ ഞാൻ ബിഗർ നമ്പർ കാണുന്നത്. So hope that you understand the concept of if. Okay, in class I have given two 3 questions regarding this. അത് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അത് ഷെയർ ചെയ്യും ആരെങ്കിലും. So have to write the answers and come in the next class. Okay, thank you.